Welcome to the 17th lecture on complementary physics, SEM 3. Today's discussion is Fraunhofer diffraction of two slits or double slit diffraction. Today's topic is double slit diffraction for semester 3 BSc Complementary Physics. What is double slit diffraction? Fraunhofer double slit diffraction or two slit diffraction pattern. Consider two slits, each of width small b. They are separated by a distance d. Let L is a convex lens and P is a point on the screen. Intensity distribution is obtained on the screen. It can be seen that the intensity distribution is the product of the single slit diffraction pattern intensity and the two slit interference pattern intensity. നമ്മൾ പറയുന്നതാണ് ഡബിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. ഡബിൾ സ്ലിറ്റിൻ്റെ പൊട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആ മുകളിൽ കാണുന്ന A1 A2 A3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ സ്ലിറ്റ് ഒരു സ്ലിറ്റിനെ അനേകം ചെറിയ പോയിന്റുകളായിട്ട് സെക്കൻഡറി വേവ്ലെറ്റുകൾ അയക്കുന്ന പോയിന്റുകളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. താഴെ ഒരു സ്ലിറ്റ് ഉണ്ട്, അത് ബി ആണ്, മുകളിലത്തെ എ ആണ്, താഴത്തെ ബി ആണ്. ബി എ B1 B2 B3 ഇങ്ങനെ ഭാഗിച്ചിരിക്കുകയാണ്. സ്ലിറ്റ് വിടുത്ത് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെ ബി ആണ്. ഓരോ സ്ലിറ്റിന് വിടുത്ത് ബി ആണ്, താഴെയും ബി ആണ്. ഈ ഒരു സ്ലിറ്റിനെ തന്നെ നമ്മൾ നേരത്തെ സിംഗിൾ സ്ലിറ്റിൽ പഠിച്ചതുപോലെ അനേകം പോയിന്റ് സോഴ്സ് ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണ്. ഈ രണ്ട് സ്ലിറ്റുകളുടെ സെൻറ്റർ തമ്മിലുള്ള അകലാണ് ഡി. എയുടെയും ബിയുടെയും രണ്ട് സ്ലിറ്റുകളുടെ സെൻറ്റർ തമ്മിലുള്ള അകലാണ് ഡി. അതായത് ആ ഗ്യാപ്പും പകുതി സ്ലിറ്റ് വിടുത്തും കൂട്ടണം. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ, സ്ലിറ്റുകളുടെ സെൻറ്റർ ടു സെൻറ്റർ അകലാണ്. അതാണ് ബി, അതാണ് ഡി. സ്ലിറ്റ് വിടുത്ത് ബി ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഈ സിംഗിൾ സ്ലിറ്റ് നമുക്കറിയാം ഡിഫ്രാക്ഷൻ പാറ്റേൺ സ്ക്രീനിൽ ഉണ്ടാക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ സ്ലിറ്റ് ബിയും അതുപോലെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കും. മാത്രമല്ല ഇത് രണ്ടും രണ്ട് സ്ലിറ്റുകളായി പ്രവർത്തിച്ച് ഈ ടു സ്ലിറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകും. ഇപ്പോൾ സ്ക്രീനിൽ ഇൻ്റർഫറൻസ് പാറ്റേണും കിട്ടും, ഡിഫ്രാക്ഷൻ പാറ്റേണും കിട്ടും. ഈ രണ്ട് സ്ലിറ്റിൽ ഓരോ സ്ലിറ്റും സിംഗിൾ സ്ലിറ്റായി പ്രവർത്തിച്ചിട്ട് അവയുടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കും. രണ്ട് സ്ലിറ്റ് ഒരുമിച്ച് ചേർന്ന് യങ്സ് എക്സ്പെരിമെൻറ്റുകളെ പോലെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കും സ്ക്രീനിൽ. അപ്പോൾ ആകെ ഇൻറ്റൻസിറ്റി എന്താണ്? അത് ഈ ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയുടെയും ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയുടെയും പ്രോഡക്റ്റാണ് എന്നാണ് നമ്മൾ പറയുന്നത്. The total intensity on the screen is not a sum but a product. You look here we have written the total intensity on the screen is the product of the single slit diffraction pattern intensity and the two slit interference pattern intensity. So you look at the figure. Capital is not marked. Instead A1 A2 A3 etc. marked. The second slit is B. It is marked as B1 B2 B3 etc. Here there are two slits A and B. The width of each slit is small b. The separation is D. That is one slit center to other slit center distance is D. A lens is used since it is Fraunhofer diffraction. A screen is kept at a distance. On the screen we get interference pattern and also diffraction pattern. Diffraction pattern due to single slit and interference pattern due to double slit. So total intensity will be greater on the screen, and this total intensity is found to be product of diffraction intensity due to single slit and interference intensity due to double slit. That is the meaning. And now we look.
In the resultant diffraction pattern, due to overlapping of diffraction minima, some orders of interference maxima will be absent, and these orders are called missing orders of interference maxima. ദാറ്റ്സ് എ ന്യൂ പോയിന്റ്. അതായത് നമുക്ക് സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയും കിട്ടും, ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയും കിട്ടും. ഈ ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി അങ്ങ് വീഴുമ്പോൾ അതിനൊപ്പിച്ച് ചില ഇൻ്റർഫറൻസ് ഓർഡറുകൾ ഡാർക്കായി പോകും, ചില ഇൻ്റർഫറൻസ് ബാൻഡ്സ് മിസ്സിങ് ആകും. അതിനെ വിളിക്കുന്നവർ മിസ്സിങ് ഓർഡേഴ്സ്. അപ്പോൾ ദർ മേ ബി ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്: വാട്ട് ആർ മിസ്സിങ് ഓർഡേഴ്സ് ഇൻ ഡബിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ? ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ദിസ് സെൻറ്റൻസ്: in the resultant diffraction pattern by two slit, due to interference, due to overlapping of diffraction minima, some orders of interference maxima will be absent, and these orders are called missing orders of interference maxima. നമ്മൾ പറഞ്ഞു സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിയും കാണും, സിംഗിൾ സ്ലിറ്റുകളുടെ ഓരോന്നും സിംഗിൾ സ്ലിറ്റായിട്ട് വിചാരിക്കണം. ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി കാണും, അതുപോലെ ഡബിൾ സ്ലിറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റിയും കാണാം. ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റി അതിൻ്റെ ബാൻഡ്സ് പിന്നെ ഒരേ ഇൻറ്റൻസിറ്റിയുള്ള ബാൻഡ്സാണ്. ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റിക്കാണെങ്കിൽ നടുക്ക് സെൻട്രൽ മാക്സിമം വലുതായിരിക്കും, മറ്റ് മാക്സിമങ്ങളെല്ലാം ക്രമേണ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ എവിടെ ഡിഫ്രാക്ഷൻ മിനിമ വരുന്നു അവിടെയുള്ള ഇൻ്റർഫറൻസ് മാക്സിമ കാണില്ല, മിസ്സിംഗ് ആണ്. അതിനാണ് മിസ്സിംഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ഷോൺ ദ ഗ്രാഫ് നമ്മൾ ഉടനെ കാണാം. ദ സെൻട്രൽ ഡിഫ്രാക്ഷൻ മാക്സിമ കണ്ടിന്യൂസ് ലൈൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദി നോർമൽ ഇറ്റ്സെൽഫ് സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു ഇൻ്റർഫറൻസ് മാക്സിമ ആൻഡ് മിനിമ ഡോട്ടഡ് ലൈൻസ്. അതർ ഡിഫ്രാക്ഷൻ മാക്സിമ ആർ ഓൾസോ സ്പ്ലിറ്റ് ഇൻ ടു ഇൻ്റർഫറൻസ് മാക്സിമം ആൻഡ് മിനിമം. ഇതാണ് ഡയഗ്രം നോക്കുക. രണ്ട് സെറ്റ് കർവാണ് വരച്ചിരിക്കുന്നത്. ആ പുറമേ കാണുന്നത്, ആ വലിയ കർവ് പുറമേ കാണുന്നത് പിന്നെ ഡിഫ്രാക്ഷൻ മാക്സിമയുടെ സെൻട്രൽ മാക്സിമവും മറ്റ് മാക്സിമങ്ങളാണ്. അതിനകത്താണ് ഇൻ്റർഫറൻസ് മാക്സിമം. അപ്പോൾ ഇൻ്റർഫറൻസ് മാക്സിമം നമ്മൾ ഡോട്ടഡ് ലൈൻസ് ആണെന്ന് പറഞ്ഞെങ്കിലും അകത്ത് കാണുന്നതാണ് ഈ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറമേ കാണുന്ന ഡിഫ്രാക്ഷൻ മാക്സിമ, അകത്ത് കാണുന്നതാണ് ഇൻ്റർഫറൻസ് മാക്സിമ. എവിടെ ഡിഫ്രാക്ഷൻ മിനിമ വീഴുന്നു അവിടെയുള്ള ഇൻ്റർഫറൻസ് മാക്സിമ കാണത്തില്ല, ബാൻഡ് കാണത്തില്ല. അതാണ് മീനിങ്. ഇപ്പോൾ ഇൻ്റർഫറൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഹൈറ്റിൽ ഇങ്ങനെ ഈ ബാൻഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും, ഒരേ ഹൈറ്റിലൂടെ കർവ് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഡിഫ്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി വീഴുമ്പോൾ, ഡിഫ്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ പരിഗണിക്കുമ്പോൾ എവിടെയെല്ലാം ഡിഫ്രാക്ഷൻ്റെ മിനിമ വീഴുന്നു അവിടെയുള്ള ഇൻ്റർഫറൻസ് മാക്സിമം എല്ലാം ഡിസപ്പിയർ ചെയ്യും. നോക്കുക, ഡിഫ്രാക്ഷൻ മിനിമം വരുന്ന സ്ഥലത്ത് ആ പീക്കുകളൊന്നും ഇല്ല രണ്ട് സൈഡിലും. അപ്പോൾ അകത്ത് കാണുന്നത് ഇൻ്റർഫറൻസ് കർവ്, പുറമേ കാണുന്നത് ഡിഫ്രാക്ഷൻ കർവ്. ഡിഫ്രാക്ഷൻ മിനിമം വരുന്ന സ്ഥലത്ത് ഇൻ്റർഫറൻസ് മാക്സിമ കാണത്തില്ല. അവയെ ആ ഡിസപ്പിയർ ചെയ്യുന്ന, കാണാതെ പോകുന്ന ഇൻ്റർഫറൻസ് മാക്സിമകളെ വിളിക്കുന്ന പേരാണ് മിസ്സിംഗ് ഓർഡേഴ്സ്. ഇനി ഇവിടെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇൻറ്റൻസിറ്റി കാണുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റൻസിറ്റി റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഈസ് ഗിവൺ ബൈ എക്സ്പ്രഷൻ I is equal to 4a² sin square alpha by alpha square cos square beta. ഈ കോസ് സ്ക്വയർ ബീറ്റ അല്ലെങ്കിൽ കോസ് ബീറ്റ ടേം ഇൻ്റർഫറൻസിൻ്റെ ടേമാണ്. സൈൻ സ്ക്വയർ ആൽഫ ബൈ ആൽഫ സ്ക്വയർ നമ്മൾ പഠിച്ചതാണ്, സൈൻ സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ എന്ന് പഠിച്ചതാണ്. സൈൻ സ്ക്വയർ ആൽഫ ബൈ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി ടേമാണ്. അപ്പോൾ സൈൻ സ്ക്വയർ ടേം ഡിഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി ടേം, കോസ് സ്ക്വയർ ടേം ഇൻ്റർഫറൻസ് ഇൻറ്റൻസിറ്റി ടേം. ആ ഇൻറ്റൻസിറ്റി രണ്ടിൻ്റെയും പ്രോഡക്റ്റാണ്. നോക്കി, 4a² sin square alpha by alpha square ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പ്രോഡക്റ്റാണ്. ഇത് എൻ്റയർ pattern may be considered as consisting of interference fringes due to light from both slits. The intensities of these fringes being governed by diffraction occurring in individual slits. And this is the question. Explain the two
slit Fraunhofer diffraction pattern and give the intensity distribution. Next question. Deduce the missing orders of double slit diffraction pattern if the slit width, that's a problem. If the slit widths are 0.616 millimeter and they can be separate and they are separated by 0.8 millimeter apart. ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുള്ളത് എക്സ്പ്ലെയിൻ ദി ടു സ്ലിറ്റ് Fraunhofer diffraction pattern and give the intensity distribution curve. അപ്പോൾ നമ്മൾ ചുരുക്കുന്നത് എഴുതിയാൽ മതി, കർവ് വരക്കണം. ഇത് പ്രോബ്ലം deduce the missing orders of double slit Fraunhofer diffraction pattern if the slit widths are 0.16 millimeter and they are separated by 0.8 millimeter apart. അപ്പോൾ കണ്ടീഷൻ ഓഫ് ഡിഫ്രാക്ഷൻ മിനിമ ഈ പടത്തിൽ ഞാൻ ആ സ്ലിറ്റ് രണ്ട് കാണിച്ചിരിക്കുകയാണ്. നോക്കി, ആ സ്ലിറ്റ് മുകളിൽ താഴെ എയും ബി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വിടുത്താണ് 0.16 millimeter. ആ സെപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് 0.8 millimeter ആണ്. അപ്പോൾ കണ്ടീഷൻ ഫോർ ഡിഫ്രാക്ഷൻ മിനിമം എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ ഈസ് എം ലാംഡ. ഇത് നമ്മൾ സിംഗിൾ സ്ലിറ്റിൽ പഠിച്ചതാണ്. കണ്ടീഷൻ ഫോർ ഇൻ്റർഫറൻസ് മാക്സിമം ഡി സൈൻ തീറ്റ ഈസ് എൻ ലാംഡ. അത് ഇൻ്റർഫറൻസിൽ പഠിച്ചതാണ്. ഡെൽറ്റ ഈസ് എൻ ലാംഡ. അത് ഡി സൈൻ തീറ്റ ആണ് ഇവിടെ. ഡിവൈഡ് ചെയ്യുമ്പോൾ ബി ബൈ ഡി എം ബൈ എന്ന് കിട്ടും. സൈൻ തീറ്റ ടൈം വെട്ടി പോകും. അപ്പോൾ ബി എന്നുള്ളത് സ്ലിറ്റ് വിടുത്താണ് 0.16 millimeter ആണ്. അത് 0.16 × 10⁻³ മീറ്റർ ആയിട്ട് മാറും. ഡി എന്ന് പറയുന്നത് ആ സെപ്പറേഷൻ അകലുണ്ടല്ലോ, രണ്ട് സ്ലിറ്റിന് തമ്മിൽ അകലെ സെൻറ്റർ ടു സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടെ ആ സെപ്പറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 0.8 ആണ്. പിന്നെ സ്ലിറ്റിൻ്റെ പകുതി വെച്ച് കൂട്ടണം സെൻറ്റർ ടു സെൻറ്ററിൽ. ഡി കാണാൻ ആ ഒന്നാമത്തെ സ്ലിറ്റിൽ നിന്ന് അടുക്ക് നിന്ന് രണ്ടാമത്തെ സ്ലിറ്റിൽ നിന്ന് അടുക്ക് വരെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ തന്നിരിക്കുന്ന ദൂരം ഒരു 0.8 അത്ര ഒബ്സ്റ്റക്കിൾ ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ പകുതി സ്ലിറ്റ് മുകളിൽ എടുക്കണം, പകുതി സ്ലിറ്റ് താഴെ എടുക്കണം. അപ്പോൾ ഒരു 1 സ്ലിറ്റ് അങ്ങ് വിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ബി സിഗിൾ 0.16 വി സോയിറ്റ് ഡി 0.8 പ്ലസ് ഒരു സ്ലിറ്റ് വിടുത്തൊരു കൂട്ടണം 0.16 0.96 millimeter ഈക്വൽ ടു 0.96 × 10⁻³ meter. So put in the above equation, that is P by D 0.16 × 10⁻³ by 0.96 × 10⁻³ is m by n. On multiplying we get n is equal to 6m. You remember n is the interference order, m is the diffraction order. If m is 1, diffraction order is 1, n is 4. If m is 2, from the above equation 6m, n is 6m. When m is 2, n is 12, 6 × 2. If m is 3, n is 18, and so on. So missing interference orders are 6, 12, 18, etc. അതായത് ഈ ഓരോ എം വാല്യൂ വെച്ചിട്ട് ഇൻ്റർഫറൻസ് ഓർഡർ മിസ് ചെയ്യും. അത് കാണുന്ന ആ ഇക്വേഷൻ വെച്ചിട്ടാണ്. n is 6m. m1 ആണെങ്കിൽ n 6 ആയിരിക്കും. m2 ആണെങ്കിൽ 6m, 6 × 2 12 ആയിരിക്കും. m3 ആണെങ്കിൽ 6 × 3 18 ആയിരിക്കും. അങ്ങനെ പോവും. അപ്പോൾ ഇൻ്റർഫറൻസിൻ്റെ ഓർഡറാണ് മിസ്സിങ് ആകുന്നത്. അപ്പോൾ മിസ്സിങ് ഓർഡർ ഏതൊക്കെയാണ്? n വാല്യൂസ് ആണ്. ദാറ്റ് ഈസ് 6, 12, 18, etc. അപ്പോൾ നിങ്ങൾ സെലക്ട് എടുത്ത് കണക്കൂട്ടി നോക്കണേ. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. പ്രോബ്ലം deduce the missing orders of double slit Fraunhofer diffraction pattern if the slit width is 0.16 millimeter and they are separated by 0.8 millimeter. അപ്പോൾ സെപ്പറേഷൻ എന്ന് പറയുമ്പോഴേ നമുക്ക് നേരിട്ടത് പിന്നെ ഡി ആയിട്ട് എടുക്കാൻ പാടില്ല. അതാ പിന്നെ രണ്ട് സ്ലിറ്റിനടക്കുള്ള ആ ഒപ്പേക്കായുള്ള പോർഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അകലം കാണുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ കാണണം. മുകളിലത്തെ സ്ലിറ്റ് പകുതിയിൽ നിന്ന് താഴത്തെ സ്ലിറ്റ് പകുതി വരെ എടുക്കണം. അപ്പോൾ ഈ ഇവിടെ തന്നിരിക്കുന്ന 0.8ൻ്റെ കൂടെ ഒരു സ്ലിറ്റ് വിട്ട് കൂട്ടണം. അങ്ങനെയാണ് 0.96 കിട്ടുന്നത്. അപ്പം അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മിസ്സിംഗ് ഓർഡേഴ്സ് കിട്ടും. And that is all with your 17th lecture on complementary physics. Thank you very much.